വളരെ ചെറുപ്പത്തിൽ ആദ്യ ഗാനം കൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ട സംഗീത സംവിധായകനാണ് അനിരുദ്ധ്. രജനികാന്തിൻ്റെ മകൾ ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത സ്ത്രീ ആയിരുന്നു അനിരുദ്ധ് ആദ്യമായി ചെയ്ത ചിത്രം. അതിലെ വൈദിസ് കൊലവറി എന്ന ഗാനം കുട്ടികൾ മുതൽ പ്രായവ്യത്യാസമില്ലാതെ തമിഴിൽ മാത്രമല്ല മറ്റു ഭാഷക്കാരും ഏറ്റെടുത്തിരുന്നു. അതൊരു വൻ ഹിറ്റായിരുന്നു. അതിനുശേഷം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം സംഗീത സംവിധാനത്തിലും പാട്ടുകൾ പാടുന്നതിലും മുൻനിരയിലെത്തി. ഒത്തിരി ഹിറ്റുകളും സമ്മാനിച്ചു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് മാത്രം പല സിനിമകളും അദ്ദേഹം വേറൊരു ലെവലിലോട്ട് എത്തിക്കുകയും വളരെയധികം ശ്രദ്ധേയമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് കമൽഹാസൻ്റെ വിക്രം, വിജയുടെ ബീസ്റ്റ്, രജനീകാന്തിൻ്റെ ജയിലർ, ഷാറൂഖ് ഖാൻ്റെ ജവാൻ എന്നീ ചിത്രങ്ങൾ. 2024 അനിരുദ്ധ് മലയാളത്തിലും ചിത്രങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്. കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ കൺസേർട്ട് ഷോ ആയ കൊച്ചിയിൽ നടന്നപ്പോൾ ഇത്രയും ആരാധകർ ഉണ്ടാകുമെന്നും എല്ലാവരും അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കേൾക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് അനിരുദ്ധ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. 2024 തന്നെ 2-3 ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഉണ്ടാവുകയും അത് സിനിമ ആയിട്ടല്ല മ്യൂസിക് ആൽബം ആയിട്ടായിരിക്കും എന്നും അനിരുദ്ധ് പറഞ്ഞു. 2024 അനിരുദ്ധ് സംഗീത സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം ഒരു പാൻ ഇന്ത്യ മൂവിയാണ്. ചിത്രത്തിലെ ആക്ടേഴ്സും ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്നും ചിത്രത്തെപ്പറ്റി താനിപ്പോൾ അനൗൺസ് ചെയ്യുന്നത് തെറ്റാണെന്നും ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഉടനെ തന്നെ അപ്ഡേറ്റുകൾ വരുമെന്നും അദ്ദേഹം മലയാള മാധ്യമങ്ങളോട് മറുപടി നൽകിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ ചാനലും വീഡിയോസും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.